തടി കുറഞ്ഞ് മെലിയണമെന്നായിരുന്നു അയാളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം. ഒരു ദിവസം രാവിലെ എണീറ്റപ്പോൾ അത് നടന്നു. പക്ഷെ ആ സന്തോഷത്തിന് മണിക്കൂറുകളുടെ ആയുസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരാളുണ്ടായിരുന്നു, പുള്ളിക്ക് സഹിക്കാൻ പറ്റാത്ത തടിയാ. തടി കുറയ്ക്കാൻ വേണ്ടി ഡോക്ടർമാര് ആളുടെ ദേഹത്ത് ആയിരക്കണക്കിന് സൂചി വെച്ച് കുത്തിനോക്കി. ഒരു രക്ഷയുമില്ല. ഡാൻസ് പഠിക്കാൻ പോയപ്പോൾ ചാടാനുള്ള സാധനം പൊട്ടിപ്പോയി. ജിമ്മിൽ പോയപ്പോൾ ഇരിക്കാനുള്ള ബെഞ്ച് കിടന്ന് ഒടിഞ്ഞു. ഒരു ദിവസം പുള്ളി ഇഷ്ടപ്പെടുന്ന പെണ്ണിനെയും കൊണ്ട് പുറത്തു പോയപ്പോൾ ആൾക്കാരെല്ലാം കൂടെ തടിയെ കളിയാക്കി. അതോടെ പുള്ളിക്ക് ആകെ വിഷമമായി. പിന്നെ റൂമിൽ കയറി കഥകടച്ചിരിപ്പായി. രാവും പകലും എന്തോ കണ്ടുപിടിക്കാനുള്ള ഗവേഷണം. അവസാനം തടി കുറയ്ക്കാനുള്ള ഒരു മരുന്ന് അവൻ കണ്ടുപിടിച്ചു. പക്ഷെ അത് ദേഹത്തെ എന്ത് ചെയ്യുമെന്ന് അവൻ ഒരു പിടിയുമില്ലായിരുന്നു. വേറെ വഴിയില്ലാത്തോണ്ട് ദൈവത്തെയും വിളിച്ച് അവൻ അതെടുത്ത് കഴിച്ചു. കഴിച്ചതും അവന് സഹിക്കാൻ പറ്റാത്ത വേദന വന്ന് ബോധം പോയി. പതിയെ ഒരു ബലൂണിന്ന് കാറ്റ് പോണ പോലെ അവന്റെ ദേഹത്തൊന്നും കാറ്റ് പോകാൻ തുടങ്ങി. മണിക്കൂറുകൾ കഴിഞ്ഞ് എണീറ്റപ്പോ അവൻ ഞെട്ടിപ്പോയി. അവന്റെ ശരീരം മൊത്തത്തിൽ മാറി, മെലിഞ്ഞു സുന്ദരനായി. ആ സന്തോഷത്തിൽ അവൻ ഇഷ്ടപ്പെട്ട ഡ്രസ്സെല്ലാം വാഴി ഹോട്ടലിൽ കയറി കൊതിച്ച ഫുഡ് മുഴുവൻ വാരി വലിച്ചു തിന്നു. പിറ്റേ ദിവസം അവൻ ഇഷ്ടപ്പെടുന്ന പെണ്ണ് അവന്റെ ലാബിലോട്ട് വന്നു. മനസ്സിലുള്ള ഇഷ്ടം അവളോട് പറയാൻ അവൻ തീരുമാനിച്ചു. പക്ഷെ അവൾക്ക് അവനെ കണ്ടിട്ട് മനസ്സിലായില്ല. അവൻ അവളോട് ഓരോന്ന് പറഞ്ഞ് ശൃംഗരിക്കാൻ തുടങ്ങി. അപ്പോഴേക്കും മരുന്നിന്റെ ശക്തി കുറഞ്ഞു തുടങ്ങി. മെലിഞ്ഞ ശരീരം പതുക്കെ പഴയ പോലെ വീർക്കാൻ തുടങ്ങി. അവൻ പെട്ടെന്ന് അവളെ ലാബിന്ന് പറഞ്ഞു വിട്ടു. പിന്നീട് അവൻ പഴയ പോലെ തടിയനായപ്പോൾ അവൾ അവനെ കാണാൻ വന്നു. അപ്പ അവൻ മെലിഞ്ഞിരുന്ന ആ മറ്റേയാളെപ്പറ്റി വലിയ കാര്യമായിട്ട് പുകഴ്ത്തി പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നീ അവനുമായിട്ട് കൂട്ടുകൂടുന്നതാ നല്ലത്.